രാഹുൽ ഈശ്വറിനെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷൻ പി സതീദേവിയും രംഗത്ത് വന്നിരുന്നു. രാഹുൽ ഈശ്വറിനെതിരെയും നടപടിയുണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പരാതി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും വനിതാ കമ്മീഷൻ ഇടപെടുമെന്നും പി സതീദേവി അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ വനിതാ കമ്മീഷൻ മറുപടിയുമായി രാഹുൽ ഈശ്വറും രംഗത്ത് വന്നു. പരാതി കിട്ടിയാൽ രാഹുൽ ഈശ്വറിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രസ്താവന കണ്ടു. വനിതാ കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോൾ നിയമപരമായ ഒരു ബോഡിയാണ്. യഥാർത്ഥത്തിൽ ഇതുകൊണ്ടൊക്കെയാണ് ഒരു പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുക. ഒരു പുരുഷൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ എവിടെ പോയി പറയുമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കോടതി പോലും പരിഗണിച്ച പോലീസുകാർ FIR ഇടാത്ത കേസിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷൻ പറയുന്നത് രാഹുൽ ഈശ്വറിനെതിരെ നടപടി വേണമെന്ന്. ആരെങ്കിലും വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടാൽ എനിക്കെതിരെ നടപടിയെടുക്കുമെന്ന്. എന്തിനാണിത് പറയുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഹണി റോസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളോ വനിതാ കമ്മീഷനെ ബന്ധപ്പെടും. ഞങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാനും ഇടപെടാനും ഇവിടെ ആരുണ്ട്? ഇത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതിനെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യവുമില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഹൈക്കോടതിയുടെ പരിഗണനയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇരിക്കുമ്പോൾ ബാഹ്യമായ ഒരു ഇടപെടൽ അല്ലേ ഇവിടെ നടക്കുന്നത്? സതീദേവിയെപ്പോലെ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പറയാൻ പാടുള്ള കാര്യമാണോ പറഞ്ഞത്? രാഹുൽ ഈശ്വറിനെ ആക്രമിക്കാൻ മാഡത്തിന് താല്പര്യമുണ്ട്. അങ്ങനെ ആക്രമിച്ചാൽ കൈയടിയും മാധ്യമങ്ങളിൽ വലിയ പിന്തുണയും ലഭിക്കും. സതീദേവിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. തീർച്ചയായും മാഡം നിയമപരമായ ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ വളരെ സാധാരണക്കാരനായ ഒരാളും. മാഡത്തിന് എനിക്കെതിരെ നടപടിയെടുക്കാം. എന്നെ പിടിച്ച് ജയിലിലിടാം. ഞാൻ മോശക്കാരനാണെന്ന് പറയാം. എന്നാൽ ഞങ്ങൾ ആണുങ്ങൾക്ക് പോകാൻ ഒരു ഇടവുമില്ല. കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷനും യുവാക്കൾക്ക് യുവജന കമ്മീഷനും സ്ത്രീകൾക്ക് വനിതാ കമ്മീഷനുമുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് എവിടെയും പോകാൻ ഇടമില്ല. നമ്മുടെ നാട്ടിൽ കോടതികൾ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ സ്ത്രീകൾക്ക് വേണ്ടി വനിതാ കമ്മീഷൻ ഉണ്ടാക്കിയത്. കുറെ കൂടി വേഗത്തിലും ഫ്രണ്ട്ലിയായും പെരുമാറുന്നതിന് വേണ്ടിയാണ് ഇത്തരം കമ്മീഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ആണുങ്ങൾക്ക് പോകാൻ ഒരു ഇടമില്ലെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണിത്. രാഹുൽ ഈശ്വർ മാത്രം നേരിടുന്ന ഒരു അവസ്ഥയല്ല ഇത്. സരിതയ്ക്കെതിരെയും നിവിൻ പോളിക്കെതിരെയും വ്യാജ പരാതി കൊടുത്ത യുവതിക്കുമെതിരെ എന്ത് നടപടിയാണ് എടുത്തതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.